ഇന്നത്തെ അറിയിപ്പുകൾ. വൃത്തിയുള്ള ശുചിമുറി കണ്ടെത്താൻ ആപ്പുമായി ശുചിത്വ മിഷൻ. യാത്രകൾക്കിടയിൽ തൊട്ടടുത്ത വൃത്തിയുള്ള ശുചിമുറി ക്ലൂ ആപ്പ് വഴി കണ്ടെത്താം. സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ശുചിമുറികളെ കൂടി ഉൾപ്പെടുത്തിയാണ് സംസ്ഥാന വ്യാപകമായി പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് മന്ത്രി എം.ബി. രാജേഷ് അറിയിച്ചു. റിയൽ ടൈം അപ്ഡേറ്റുകൾ, മാപ്പിൽ ലഭ്യമാക്കുന്ന കൃത്യതയാർന്ന സ്ഥലവിവരങ്ങൾ, ശുചിമുറികൾ ലഭ്യമായ സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം എന്നിവയ്ക്കൊപ്പം ശുചിമുറിയുടെ റേറ്റിംഗും ആപ്പിൽ ഉപയോക്താക്കൾക്ക് രേഖപ്പെടുത്താനുള്ള സംവിധാനമുണ്ടാകും. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായുള്ള ഈ പദ്ധതി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനൊപ്പം ചേർന്ന് ശുചിത്വ മിഷനാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ പദ്ധതിയുടെ ഭാഗമാവുന്ന സ്വകാര്യ സ്ഥാപനം നൽകുന്ന സേവനങ്ങൾ, റെസ്റ്റോറന്റുകളിലെ സിഗ്നേച്ചർ ഡിഷ്, മറ്റ് ഭക്ഷണ വിവരങ്ങൾ, സൗകര്യങ്ങൾ എന്നിവയും ആപ്പിൽ നൽകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റെക്കോർഡ് നേട്ടവുമായി PSC 3-ാം വർഷവും 30,000 പിന്നിട്ട് നിയമന ശുപാർശകൾ. നിയമനങ്ങളിൽ റെക്കോർഡ് മുന്നേറ്റവുമായി കേരള PSC ഈ വർഷം ഇതുവരെ നൽകിയ നിയമന ശുപാർശകൾ 30,000 പിന്നിട്ടു. തുടർച്ചയായി 3-ാം വർഷമാണ് PSC നൽകുന്ന നിയമന ശുപാർശകൾ 30,000 പിന്നിടുന്നത്. ഈ വർഷം ഇതുവരെ 30,246 പേർക്ക് നിയമന ശുപാർശ നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ. ഈ വർഷം ഇതുവരെ 853 റാങ്ക് പട്ടികകൾ പ്രസിദ്ധീകരിച്ചു. പ്രധാനപ്പെട്ട എല്ലാ തസ്തികകളുടെയും റാങ്ക് പട്ടിക ഒരു കലണ്ടർ വർഷം തന്നെ പ്രസിദ്ധീകരിച്ചെന്ന നേട്ടവും PSC സ്വന്തമാക്കി. ഒക്ടോബർ 10-ന് UP സ്കൂൾ ടീച്ചർ തസ്തികയുടെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചതാണ് ഈ മുന്നേറ്റം. വിവിധ വകുപ്പുകളിലെ ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ്, കേരള ബാങ്കിൽ ക്ലർക്ക്, തദ്ദേശ വകുപ്പിൽ സെക്രട്ടറി, വിദ്യാഭ്യാസ വകുപ്പിൽ LP സ്കൂൾ ടീച്ചർ, പോലീസ് വകുപ്പിലെ വിവിധ യൂണിഫോംഡ് തസ്തികകൾ ഈ വർഷം പ്രസിദ്ധീകരിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരളത്തിൽ മഴ കനക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മൊൻത ചുഴലിക്കാറ്റ് നാളെ രാവിലെയോടെ അതിതീവ്ര ചുഴലിക്കാറ്റായി മാറും. സംസ്ഥാനത്ത് ഇന്ന് മഴ കനക്കുമെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ്. കേരള തീരത്ത് ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മണിക്കൂറിൽ 74 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനാണ് സാധ്യത. അതേസമയം കേരളത്തിലെ മഴ മുന്നറിയിപ്പിൽ മാറ്റം വരുത്തി. കേരളത്തിലെ ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് 3 ജില്ലകളിലായി കുറഞ്ഞു. ഉച്ചയ്ക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയ അറിയിപ്പ് പ്രകാരം ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തിരുവനന്തപുരത്തും കൊല്ലത്തും അലർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. ബംഗാൾ ഉൾക്കടലിൽ മോൻത ചുഴലിക്കാറ്റും അറബിക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം എന്നിങ്ങനെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.